ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇനി വരാൻ പോകുന്ന എക്സാമായ ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് നല്ലൊരു റാങ്ക് കിട്ടി ജോലിയിൽ കയറാനായിട്ട് നമുക്ക് ടോപ്പിക് അനാലിസിസ് വളരെയധികം സഹായിക്കും. അപ്പോൾ ഏതെല്ലാം ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ തുടർച്ചയായി ഡിഗ്രി പ്രിലിംസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എന്ന് നോക്കാം. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉള്ളത്. നെഗറ്റീവ് മാർക്ക് ഈ എക്സാമിനുണ്ട്. ഏതൊക്കെ ടോപ്പിക്കാണ് പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത്, ആ ടോപ്പിക്കിൽ തന്നെ ഏത് ഭാഗത്ത് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മെയിനായിട്ട് ടോപ്പിക്ക് മൊത്തത്തിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ സൂചിപ്പിക്കാം ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ എന്നുള്ളത്. ഫസ്റ്റ് ഹിസ്റ്ററിയിൽ നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ഏതൊക്കെ സെക്ഷനാണെന്ന് ഞാൻ അതിന് ശേഷം പറയാം. അതുപോലെ ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, എക്കണോമിക്സ് 5 മാർക്കിൻ്റെ, സിവിക്സ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ ആർട്സ്, സ്പോർട്സ് വിഭാഗങ്ങളിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാത്സ്, മെൻ്റൽ എബിലിറ്റി അതുമായി ബന്ധപ്പെട്ട് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഗ്രാമറുമായി ബന്ധപ്പെട്ട് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ റീജിയണൽ ലാംഗ്വേജ്, മലയാളം, കന്നഡ, തമിഴ് ഏതാണ് എടുക്കുന്നത് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മലയാളമാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെ ആകെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോ വിഭാഗത്തിലും ഏതൊക്കെ ഭാഗങ്ങൾ നല്ലവണ്ണം പഠിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ളത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിന് നല്ല പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഭാഗമാണ്. യൂറോപ്യന്മാരുടെ ആഗമനമുണ്ട്, അതുപോലെ തിരുവിതാംകൂറിന്റെ ചരിത്രം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ മാർത്താണ്ഡവർമ്മ തുടങ്ങി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് വരെയുള്ള കാലഘട്ടത്തിലെ യുദ്ധങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ആ സെക്ഷനിൽ നിന്ന് നമുക്ക് വരുന്നതായിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ യൂറോപ്യന്മാരുടെ വരവെന്ന് പറയുന്നത് അവരുടെ ഓരോ സംഭാവനകൾ, പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ പോർച്ചുഗീസുകാർ, അറബികൾ, ഡച്ചുകാരൊക്കെ പണിതുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അതാണ് യൂറോപ്യന്മാരുടെ വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂറോപ്യന്മാർ നമുക്ക് സംഭാവനകൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സൂചിപ്പിക്കും എന്തൊക്കെയാണെന്ന്. ഞാനിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കേരളത്തിലെ എന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ നിർമ്മിതികളുണ്ട്, അതുപോലെ പല സാധനങ്ങളും അവർ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മളത് അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത്? യൂറോപ്യന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ പോർച്ചുഗീസുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, അറബികളുണ്ട്, അങ്ങനെ എല്ലാ ബ്രിട്ടീഷുകാർ, അങ്ങനെ എല്ലാ സെക്ഷനിൽ നിന്നും നമ്മളത് മനസ്സിലാക്കി എടുക്കണം. പിന്നെ അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ സാമൂഹികവും മതപരവുമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പിന്നീട് ദേശീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഇപ്പം നമുക്ക് അറിയാം. വൈക്കം സത്യാഗ്രഹം ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ച് പോവുകയാണ്. വൈക്കം സത്യാഗ്രഹം പോലുള്ള പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ, ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ എടുത്ത് വീഡിയോയിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് ആ ടോപ്പിക്കുകൾ അനുസരിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആ കാലഘട്ടത്തിൽ പല സാഹിത്യകൃതികൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അപ്പോൾ അങ്ങനെയുള്ള വിപ്ലവ ചിന്തകൾ ഉണർത്തുന്ന രീതിയിലുള്ള പല കൃതികളും ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൃതികളും
അതിനെക്കുറിച്ചുള്ള അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ആ കൃതികൾ, എന്തിനെ കുറിക്കുന്നു, അല്ലെങ്കിൽ അതിലെന്താണ് അതിനകത്തെ പ്രത്യേകതകൾ. അതായത് വള്ളത്തോൾ, കുമാരനാശാൻ, അതെ, ഒത്തിരി സാഹിത്യകാരന്മാർ നമ്മളെ സംഭാവന ചെയ്തിട്ടുണ്ട് ഒത്തിരി കൃതികൾ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പം ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു പോയെന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം കേരളം അത് എങ്ങനെയായിരുന്നു, അതിന് ശേഷം കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഇന്ത്യ ആണ്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യയിലും ഇതുപോലെ തന്നെ ഭരണപരിഷ്കാരങ്ങൾ പലതും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മധ്യകാല ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളും രാഷ്ട്രീയ ചരിത്രവും, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പല പരിഷ്കാരങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുള്ളതും അതെല്ലാം തന്നെ നമ്മളൊന്ന് ഓർത്തിരിക്കണം. പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശിപ്പായി ലഹള തുടങ്ങി അതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒത്തിരി നേതാക്കന്മാർ, ഞാനിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒത്തിരി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ മഹാത്മാക്കളെ എല്ലാവരെയും നമ്മൾ അവരുടെ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ അവര് പല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ധാരാളം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ പല മഹത് വ്യക്തികളും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് പത്രങ്ങൾ പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങളും അവയുടെ സ്ഥാപകരാരാണെന്നുള്ളതും നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല സാഹിത്യ കൃതികളും ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് അതുപോലെ തന്നെ ശാസ്ത്രം, വിദ്യാഭ്യാസം, സാങ്കേതിക മേഖലകളിലൊക്കെ ഒത്തിരി പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതുപോലെ തന്നെ ഈ എക്സാമിന് ഡിഗ്രി പ്രിലിംസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിൽ വെൽഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിലെ കാര്യത്തിലേക്കും പോകുന്നുണ്ട്. ലോക ചരിത്രത്തിൽ നമുക്കറിയാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതൊക്കെ വളരെ ചെറിയ രീതിയിലൊന്നും നമ്മൾ പഠിച്ചിരിക്കണം. ആ കാലഘട്ടത്തിൽ അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, അതിനോടനുബന്ധിച്ച് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതെ, രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത്. അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായവർ ആരാണെന്നുള്ളതും, അതുപോലെ തന്നെ അതിലിപ്പോൾ അംഗമല്ലാത്ത രാജ്യം ഏതാണെന്നോ, ഈ അടുത്തിടെ നടന്ന പരീക്ഷകൾക്ക് പോലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഐക്യരാഷ്ട്ര സംഘടനയുടെമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ടോപ്പിക്കായിട്ട് എടുത്ത് നിങ്ങൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കണം. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത സെക്ഷൻ വരുന്നത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ജോഗ്രഫി എന്ന സെക്ഷനിൽ നിന്ന് തന്നെ 5 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും. മിക്കവാറും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അതുപോലെ മേഘങ്ങൾ, ഞാനിപ്പോൾ ചുരുക്കിയാണ് അത് പറയുന്നത്, പല ടോപ്പിക്കുകളും ഉണ്ട്, എന്നാൽ തന്നെയും ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് സാധ്യത കൂടുതലെന്ന് മാത്രമേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് ആഗോളതാപനം എന്നുള്ള സെക്ഷനിൽ നിന്നാണ് ഏറ്റവും തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗതാഗതം, റോഡ്, ജലം, വായു, ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഊർജ്ജ സ്രോതസ്സുകൾ അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിവിധതരം ഊർജ്ജ സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. നദികൾ എന്നുള്ള വിഭാഗത്തിൽ നിന്ന് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു വിഭാഗമാണ്.
അത് ഇന്ത്യ, കേരളം ഏതുമാകട്ടെ അവിടെ നദികൾക്കൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യവസായങ്ങൾ. ചില പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് അവിടെ സൂചിപ്പിക്കാറ്. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ വ്യവസായങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും അത് എന്ത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണെന്നും കൂടി ഓർത്തിരിക്കുക. ഞാൻ ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. ജോഗ്രഫി എന്ന സെക്ഷനിൽ നിന്ന് 5 മാർക്കിനാണ് ആ സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. മിക്കവാറും ആഗോള താപനം, അതുപോലെ തന്നെ നദികള്, പിന്നെ ഈ പറഞ്ഞ പോലെ വ്യവസായ സ്ഥാപനങ്ങൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്, ധാതുക്കള് ആ രീതിയിൽ വരുന്നത്, കൃഷിയും ധാതുക്കളുമായിട്ടൊക്കെ വരുന്ന രീതിയിൽ ആ സെക്ഷനിൽ നിന്ന്, ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. അതേ കാര്യങ്ങൾ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നദികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ നദികളും അതുപോലെ കേരളത്തിലെ ധാതുക്കളും വ്യവസായങ്ങളും ഊർജ സ്രോതസ്സുകളും ഇതൊക്കെ അതിനകത്തും ഉൾപ്പെടുത്തിയാണ് ചോദിക്കാറുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്, സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ അത് വളരെ ഒരു ചെറിയൊരു ടോപ്പിക്കാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം. 5 മാർക്കിന്റെ അത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു മാർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ളത്. അതിനകത്ത് പ്രധാനമായിട്ടും നീതി ആയോഗാണ് എല്ലാ തവണയും ചോദിക്കാറുള്ളത്. അതുപോലെ പഞ്ചവത്സര പദ്ധതിയും ചോദിക്കാറുണ്ട്. അപ്പൊ 5 മാർക്കിൽ നമ്മൾ എപ്പോഴും നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിലുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് വരുന്ന രീതിയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നീതി ആയോഗ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മേധാവികൾ ആരൊക്കെയാണ് എന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ ബജറ്റ്, ഏതെങ്കിലും തരത്തിലുള്ള നികുതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ആ സെക്ഷൻ. എന്ന് വെച്ചാൽ ഈ സെക്ഷൻ വളരെ ഒരു ചെറിയ ഒരു സെക്ഷനാണ് സാമ്പത്തികം. 5 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു വിഭാഗമാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് സാമ്പത്തികം. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഉണ്ടാവുന്നതാണ്. പൊതുഭരണ സംബന്ധമായിട്ട്, അതായത് ഭരണ സംബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. നമുക്കറിയാം ഇപ്പൊ പുതിയ പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പുതിയ പല രീതികളും വന്നിട്ടുണ്ട്, ഈ ഗവേൺസ് ഉൾപ്പെടെ. അപ്പൊ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ ഈ വകുപ്പിൽ ഈ സെക്ഷനിൽ നമുക്ക് ഉൾപ്പെടും. അതുപോലെ വിവരാവകാശം ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്. വിവരാവകാശവും അതുപോലെ തന്നെ ലോകായുക്ത, ലോക്പാല്, അതുപോലെ നമ്മുടെ ജുഡീഷ്യറി, സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, ലോകായുക്ത, ഇതൊക്കെ ആയിട്ട് അതൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 മാർക്കിൽ വരുന്ന ഒരു സെക്ഷനാണ് അത്. അതുപോലെ നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയ കാര്യമൊക്കെ ഞാൻ നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുതിയ മാറ്റങ്ങൾ പലതും വന്നിട്ടുണ്ട്. അതുപോലെ ഭൂപരിഷ്കരണങ്ങൾ, അത് ഒത്തിരി, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉൾപ്പെടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികൾ, ഇങ്ങനെ ഒത്തിരി അതിനു വേണ്ടിയിട്ടുള്ള ഒത്തിരി നിയമങ്ങളും ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം അത് വളരെ, നമുക്ക് എല്ലാം ഒന്നും പഠിച്ചു തീർക്കാനൊന്നും പറ്റില്ല. അപ്പം എന്നാൽ നമ്മളത് സെലക്ട് ചെയ്ത് അത് വരുമെന്ന് ഉറപ്പിച്ച് നമുക്കത് പഠിക്കാനായിട്ട് കഴിയണം. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിക്കാൻ സാധ്യതയുള്ളത് അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 5 മാർക്ക് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. ഒത്തിരി, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് നമുക്ക് കിട്ടും. അതായത് ആമുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ, ഭരണഘടനാ നിർമ്മാണ സമിതി,
അങ്ങനെ കുറച്ച് ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ ആ വകുപ്പിൽ ചോദിക്കാറുണ്ട്. അതുപോലെ പൗരത്വം, ഭേദഗതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭേദഗതികൾ, ഭരണഘടനാ ഭേദഗതികൾ, അതുപോലെ പഞ്ചായത്ത് രാജ്, അതുപോലെ അടിയന്തരാവസ്ഥയെ കുറിച്ച്. പിന്നെ നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആർട്ടിക്കിള്, ഇതൊക്കെ നമ്മൾ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി, ഹൈക്കോടതി, ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന രീതിയിൽ വരുന്നതാണ് ആ സെക്ഷൻ. അത് നമ്മൾ ഒത്തിരി ഉണ്ട് ഭരണഘടന. എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ട്, എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇതാണ് അതിൻ്റെ ഉത്തരം എന്ന് നമ്മൾ ഉറപ്പിച്ച് വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് തന്നെ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു റാങ്ക് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും. അപ്പം അത് നല്ലോണം ഓർത്തിരിക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനകത്ത് വരുന്നത് നമുക്കറിയാം പ്രശസ്തരായ വ്യക്തികളും പ്രശസ്തരായ കലാകാരന്മാര്, അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, അതുപോലെ പ്രശസ്തരായ എഴുത്തുകാര്, ഇതൊക്കെയാണ് ആ സെക്ഷനിൽ വരുന്നത്. അവരുടെ വ്യക്തികളുടെ അപരനാമങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പ്രശസ്തമായിട്ടുള്ള കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രശസ്തരായിട്ടുള്ളവരും അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, അതുപോലെ തന്നെ സ്പോർട്സ്. ഞാനിപ്പോൾ ജനറലൈസ് ചെയ്താണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. സ്പോർട്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സ്പോർട്സ് രംഗത്ത് ഒത്തിരി മികച്ച താരങ്ങളെ, നമുക്ക് പ്രഗത്ഭരായ താരങ്ങളെ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് സ്പോർട്സ് രംഗത്ത്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടിയിട്ടുള്ള ബഹുമതികൾ, അതുപോലെ തന്നെ അത് ഏതൊക്കെ മേഖലയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് അവർക്ക് ഈ ബഹുമതികൾ കിട്ടിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട വ്യക്തികളുടെ ബഹുമതികൾ അവർ ഏത് രംഗത്താണ് അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്, ഏത് രംഗത്തുള്ള പ്രകടനത്തിലാണ് അവർക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ളത്, അതെല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ പ്രധാനപ്പെട്ട ട്രോഫികൾ എടുത്താൽ അത് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് മത്സരവുമായി ബന്ധപ്പെട്ടാണ് ആ ട്രോഫി കൊടുക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് സ്പോർട്സിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊന്ന്, ചില തവണ ഒന്നോ രണ്ടോ തവണയൊക്കെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ അപൂർവമായിട്ടാണ് ചോദിച്ചിട്ടുള്ളതെങ്കിലും കളികളിൽ സ്പോർട്സിന്റെ ഇനങ്ങളിൽ പല മത്സരങ്ങളിലും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം ചോദിക്കാറുണ്ട്. അത് വളരെ അപൂർവമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാലും നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതായതുകൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ ചില കളികളുമായി ബന്ധപ്പെട്ട വേർഡ്സ് ഉണ്ട്, ചില കളികൾക്ക് മാത്രം ഉപയോഗിക്കുന്ന വേർഡ്സ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒളിമ്പിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ഒളിമ്പിക്സ് മാത്രമല്ല, ഏഷ്യൻ ഗെയിംസ്, അഫ്രോ ഏഷ്യൻ ഗെയിംസ്, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പാരാ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ്, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ, അവയിലൊക്കെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവയുടെ വേദി എവിടെയായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് സ്പോർട്സ് ഇനത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം നേരത്തെ. അപ്പോൾ അത് നമ്മളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് സാഹിത്യമാണ്. സാഹിത്യത്തിൽ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു. മലയാള സാഹിത്യത്തെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ തൂലികാനാമങ്ങൾ വരുന്നുണ്ട്, അതുപോലെ അപരനാമങ്ങൾ വരുന്നുണ്ട്, കഥാപാത്രങ്ങൾ. ചില സമയത്ത് ചോദിക്കാറുണ്ട് ഈ കഥാപാത്രം ഏത് കൃതിയിലേതായി വരുന്നു എന്നുള്ളത്. അപ്പൊ കഥാപാത്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൃതികൾ അല്ലെങ്കിൽ കൃതികൾ എഴുതിയത്, അതുപോലെ തന്നെ അത് ആരൊക്കെയാണെന്ന്, അതുപോലെ വയലാർ അവാർഡ്, അങ്ങനെയൊക്കെയുള്ള അവാർഡുകളുടെ ഒരു നീണ്ട നേരം നമുക്കറിയാം. അതൊക്കെ നമുക്ക് ജ്ഞാനപീഠം തുടങ്ങി അത് കിട്ടിയ ആളുകൾ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്, അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ അവാർഡുകളും നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അവാർഡിന് അർഹമായിട്ടുള്ള വ്യക്തികളെയും അതുപോലെ അവർക്ക് ഏത് കൃതിക്കാണ് അവാർഡിന് അർഹത നേടിയതെന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ജ്ഞാനപീഠത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ജ്ഞാനപീഠം നേടിയ വ്യക്തികളെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് എപ്പോഴും എക്സാമിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം. അതൊക്കെ നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൽ പെടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ടാണ് സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഈ പരീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്കാ കിട്ടിയെന്നോ ആ രീതിയിലുള്ളൊരു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരുന്ന എക്സാമിന്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം എല്ലാവരും. അപ്പം സിനിമയുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം.
അടുത്തതായിട്ട് വരുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങൾ, ആഘോഷങ്ങൾ ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. അത് വളരെ അപൂർവമായിട്ടാണ് ആ സെക്ഷനിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. എന്നാലും അത് നമ്മളൊന്ന് വളരെ ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ നമ്മളൊന്ന് ചെറിയ രീതിയിൽ അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ടത്, ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ആദ്യം വരുന്നത് ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറും ഉണ്ട് സോഫ്റ്റ്വെയറും ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹാർഡ്വെയറിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി ഡിവൈസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അറിഞ്ഞിരിക്കണം. അതുപോലെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിങ്സ് അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതുപോലെ ഇൻ്റർനെറ്റിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ പാക്കേജുകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാനത് നീട്ടി പോകുന്നില്ല, എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഇത് പോകുന്നില്ല. ഓർത്തിരിക്കുക, ജസ്റ്റ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഉണ്ടെന്നുള്ളത് അതൊക്കെ ഓർത്തിരിക്കുക. എഡിറ്റിംഗ് പാക്കേജുകളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കും. പ്രധാനപ്പെട്ട നെറ്റ്വർക്കുകൾ അറിഞ്ഞിരിക്കണം. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന ആ നെറ്റ്വർക്കുകളെ കുറിച്ച് നമുക്കൊരു ചെറിയ രീതിയിൽ അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഉപകരണങ്ങളായ മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ എന്നൊക്കെ പറയുന്നതൊക്കെ ഉപകരണങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ ഇന്റർനെറ്റ് സംബന്ധമായിട്ട് ഇമെയില്, www അതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും വെബ് ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈബർ നിയമങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒത്തിരി നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനം കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് എന്തൊക്കെ IT നിയമങ്ങളുണ്ട്, അതിന് എന്തൊക്കെ രീതിയിലാണ് അവിടെ സൈബർ കുറ്റകൃത്യത്തിൽ വരുന്ന ശിക്ഷ, അത് ഏതൊക്കെ നിയമങ്ങളാണ്, ഇതൊക്കെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മാത്സ് ആണ്. നമ്പേഴ്സും അതിന്റെ ബേസിക് ഓപ്പറേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. പെർസെൻറ്റേജ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ സമയവും പ്രവൃത്തിയും, ടൈം ആൻഡ് വർക്ക്, അതുപോലെ തന്നെ ശരാശരി, ആവറേജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, എക്സ്പോണൻസ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ജാമിതീയ രൂപങ്ങൾ, അവയുടെ വ്യാപ്തം കാണാനായിട്ട്. ഇപ്പൊ ക്യൂബിന്റെ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂബ് മാത്രമല്ല, വൃത്തസ്തംഭം, വൃത്തസ്തൂപിക, ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെയൊക്കെ വോളിയം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ചുറ്റളവ്, ഇതൊക്കെ ഏരിയ, വോളിയം, ഇതൊക്കെ നമുക്ക് എല്ലാത്തിന്റെയും ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. അത് തന്നിട്ട് നമുക്ക് എങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ എക്സാമിനൊക്കെ കൂടുതൽ ചോദിക്കുന്നുണ്ട് പ്രോഗ്രഷൻസ്. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനും ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷനും ഉണ്ട്. അപ്പൊ അതൊക്കെ ആ ഒരു പാറ്റേൺ തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഇത്രാമത്തെ പദം കണ്ടുപിടിക്കാനായിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ തുക കാണാനായിരിക്കും ആ പാറ്റേണിന്റെ ചോദിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്, അത് ഓർത്തിരിക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെന്റൽ എബിലിറ്റിയിൽ നിന്ന് അടുത്ത നമ്പർ, ശ്രേണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാറ്റേൺ തന്നിട്ട് നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അതെപ്പോഴും സീരീസ് തന്നിട്ട് അത് നമുക്ക് അതിൻ്റെ അടുത്ത നെക്സ്റ്റ് നമ്പർ ഏതാണ് എന്നുള്ള ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ നമുക്കറിയാം ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്തത് വരുന്നത് സ്ഥാനനിർണയമാണ്. അത് എപ്പോഴും പൊസിഷൻ നിർണ്ണയിക്കുന്ന ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സമാന പദങ്ങൾ കണ്ടെത്താനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഓഡ് വൺ ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കോഡിങ്, ഡീകോഡിങ് വരുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ആ മെന്റൽ എബിലിറ്റി സെക്ഷനിൽ നിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണത്. അതുപോലെ ഫാമിലി റിലേഷൻ, അതും ചോദിക്കാറുണ്ട്. ഡയറക്ഷൻ ചോദിക്കാറുണ്ട്.
ഒരാൾ സഞ്ചരിക്കുന്ന ദിശ പറഞ്ഞിട്ട് അത് കിഴക്കോ വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലേക്കാണോ, ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് അയാളുടെ സഞ്ചാരം എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ ചോദിക്കാറുണ്ട്. പിന്നെ എപ്പോഴും PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒന്നാണ് ക്ലോക്കിലെ സമയവും കോണും, എത്ര കോണാണ് വരുന്നത് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചില്ലെങ്കിൽ ക്ലോക്കിലെ പ്രതിബിംബമായിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ കോണളവ് അല്ലെങ്കിൽ പ്രതിബിംബം എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കലണ്ടറുമായി ബന്ധപ്പെട്ട് എല്ലാ എക്സാമിനും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. കലണ്ടറിലെ തീയതി, പ്രത്യേകിച്ച് ലീപ്പ് ഇയർ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മാത്സ് വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകും. അത് എപ്പോഴും ഒരു പാറ്റേൺ തന്നെയാണ് PSC ഫോളോ ചെയ്യുന്നത്. അതിൽ ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സെന്റൻസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, അങ്ങനത്തെ ഇത് വരുന്നുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ച് വരുന്നുണ്ട്. എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ആർട്ടിക്കിൾ A and D, ഈ 3 ആർട്ടിക്കിളിൽ ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് ചേർക്കാനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ടാഗ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഇൻഫിനിറ്റീവ് ചോദിക്കാറുണ്ട്. ടെൻസുകൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഏത് ടെൻസാണ് അവിടെ ചേർക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. പ്രപ്പോസിഷൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ചോദിക്കാറുണ്ട്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചോദിക്കാറുണ്ട്. കറക്ഷൻ ഓഫ് സെന്റൻസ് ചോദിക്കാറുണ്ട്. ഡിഗ്രി ഓഫ് കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ഇതൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വരുന്നതാണ്. പാർട്സ് ഓഫ് സ്പീച്ച്, പാസീവ് വോയിസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡിഗ്രി ഓഫ് കമ്പാരിസൺ, ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻ ടാഗ്, ഇതൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങളിൽ വരുന്നതാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 10 മാർക്കിന്റെ വൊക്കാബുലറി സെക്ഷനിൽ നിന്നാണ്. നമുക്ക് നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സിംഗുലർ പ്ലൂറലൊക്കെ ചോദിക്കും അതിനകത്ത്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വേർഡ്സ് ചോദിക്കാറുണ്ട്. ഫ്രൈസൽ വെർബ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ സ്പെല്ലിംഗ് ഓഫ് വേർഡ്സ്, സ്പെല്ലിംഗ് ടെസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആ സെക്ഷനിൽ. അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് ആ സെക്ഷനിൽ വരുന്നത്. അപ്പം നമുക്കത് സ്ഥിരമായിട്ടൊരു പാറ്റേൺ ഉണ്ട്. അതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് മലയാളമാണ്. മലയാളത്തിൽ വരുന്നത് പദശുദ്ധി. മലയാളത്തിന്റെ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ വരും മലയാളത്തില്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. മലയാളത്തിൽ വരുന്നത് പദശുദ്ധി, വാക്യശുദ്ധി, അതുപോലെ ഒറ്റപ്പദം, പര്യായം, പരിഭാഷ, പിന്നെ വിപരീത പദം, ശൈലികൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ സമാന പദം, സ്ത്രീലിംഗം, പുല്ലിംഗം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്ത് എഴുതാൻ ചോദിക്കാറുണ്ട്. ഇതെല്ലാം ഇപ്പോഴും ആ ഒരു 10 മാർക്ക് ഒരു സെയിം പാറ്റേൺ ആണ് പിരിച്ചെഴുതാനായിട്ട്. അപ്പൊ ഇത് എപ്പോഴും ഈ 10 മാർക്ക് ഒരേ പാറ്റേണിൽ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിന്റെ മറ്റു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സെക്ഷനായിട്ട് ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.